അപ്പം നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഉള്ളിവട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഞ്ചി, അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് സോഫ്റ്റായിട്ട് വരും. ഇതിൻ്റെ എല്ലാ ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും. അപ്പം നമ്മളിത് നന്നായിട്ട് കുഴച്ച് നമുക്ക് ഉഴുന്നുവട ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ബെനിഫിറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ തുറന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ മുറിച്ച് കാണിച്ചു തരാം. ഇതുണ്ട്, ആ ക്രിസ്മസിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. എല്ലാ രീതിയിലും ഉള്ളിവട ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഉള്ളിവട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 2 മീഡിയം സൈസ് സവോള ആ നടുക്കിലത്തെ വൈറ്റ് പോർഷൻ കളഞ്ഞിട്ട് നേർമയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ്, അതായത് കുറച്ച് കൊത്തി അരിഞ്ഞ ഇഞ്ചി, അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില. ആ കറിവേപ്പിലയുടെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു 1-1.5 ടീസ്പൂൺ അളവിലുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ സവോളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. ഇതിൻ്റെ എല്ലാ ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ നമ്മുടെ ഉള്ളിയിലേക്കാവും. അത് നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് അടച്ച് മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് ആ ഉള്ളിയിലുള്ള വെള്ളം മൊത്തം നമുക്ക് ഇറങ്ങി വരും. ആ വെള്ളത്തിൽ വേണം നമുക്കിത് അതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഉള്ളിവടയ്ക്ക് ഉള്ള ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ 10 മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഇതിനകത്ത് കുറച്ച് ടേസ്റ്റിനനുസരിച്ച് കായപ്പൊടി ചേർക്കാം. ഇത് എൻ്റെ റെസിപ്പി അല്ല, ഞാൻ വേറെ ഒരു ചെഫിള്ളയുടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയിൽ നിന്ന് കണ്ടിട്ടുള്ള റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു കളറിന് വേണ്ടിയിട്ട് പിരിയമുളകിൻ്റെ പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിരിയമുളകിൻ്റെ പൊടി ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പച്ചമുളകിന് എണ്ണ 2 കൂട്ടി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്തേക്ക് പിന്നീട് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മിശ്രിതമാണ്. അതിപ്പോൾ മൊത്തം 4 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. എനിക്കത് കറക്റ്റായിരുന്നു 4 ടേബിൾ സ്പൂണ്. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ പകുതി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കി. വെള്ളമൊന്നും അഡീഷണൽ ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളത്തിൽ തന്നെ നന്നായിട്ട് തന്നെ നമുക്കിതിനകത്ത് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം എനിക്ക് എന്തായാലും ഇത് ഫുള്ളായിട്ട് വേണ്ടതുകൊണ്ട് തന്നെ ഞാൻ ആ 4 ടേബിൾ സ്പൂണും ഇട്ടിട്ടുണ്ട്. അത് 4 ടേബിൾ സ്പൂൺ ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്നുള്ളത് നോക്കുക. ഉണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളിത് നന്നായിട്ട് കുഴച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ. അതുകൊണ്ട് നിങ്ങൾ അരിപ്പൊടിയും മൈദയുടെ മിക്സി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ബാറ്റർ ആവുന്നത് വരെ ഇട്ട് കൊടുത്താൽ മതി. 4 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം നിർബന്ധമില്ല. ഉള്ളിയുടെ അളവ് കൂടേണ്ട, അതനുസരിച്ച് അതിൻ്റെ അളവും കൂട്ടാം. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിതിനെ റെഡിയാക്കി എടുക്കാം. ഞാൻ ആ ഇൻസ്റ്റ സ്റ്റോറിയിൽ കണ്ടപ്പോൾ നല്ല ഉരുണ്ടായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഉരുണ്ടിരിക്കുന്ന ഉള്ളിവിടെ കാണുന്നത്. അതുകൊണ്ട് ഞാനും റൗണ്ട് ഷേപ്പിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഷേപ്പൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഉള്ളിവട ഷേപ്പോ ഉഴുന്നുവട ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ 2 മീഡിയം സൈസ് സവോളയിൽ നിന്ന് എനിക്ക് 11 ഉള്ളിവട കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 11 ഉള്ളി ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കുക. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എണ്ണയിൽ ഇത് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ എണ്ണ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഏറ്റവും അധികം ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം വെളിച്ചെണ്ണ ഇല്ലാത്തവർ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എന്തായാലും ചെയ്തെടുക്കുന്നത്. അപ്പം ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിവട വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഉള്ളിവട എടുത്തിട്ട് കൊടുക്കുക. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് വറുത്ത് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് എത്ര എണ്ണ ഇടാൻ പറ്റുമോ അത്ര എണ്ണ ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കുക. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പിൽ 7 എണ്ണ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക. അതായത് ഹൈ ഫ്ലെയിമിൽ വെച്ചാലുള്ള കുഴപ്പം, എല്ലാവരും വീഡിയോയ്ക്ക് ഇതൊക്കെ പറയാനുള്ളതാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുറം കരിഞ്ഞു പോകും, അകവശം വേവത്തില്ല. അപ്പോൾ ഇതെന്തായാലും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കോരിയെടുക്കുക. അതായത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് കോരിയെടുക്കുക. അപ്പോൾ കോരിയെടുത്ത് നമുക്കത് മാറ്റി വെക്കാം. അതായത് ഇത് അതായത് പുറം നന്നായിട്ട് ക്രിസ്പി ആകണമെന്നുണ്ടെങ്കിൽ മൊത്തം വറുത്ത് കോരിയതിന് ശേഷം നന്നായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് വീണ്ടും തിരിച്ചിട്ടിട്ട് മറിച്ചും തിരിച്ചിട്ട് 2-3 മിനിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളിപ്പം ഏകദേശം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇതിപ്പോൾ ഞാനൊരു ഫുള്ളായിട്ട് കുക്കായിട്ടുണ്ട്, എങ്കിലും പുറം നന്നായിട്ട് ക്രിസ്പായി വന്നിട്ടില്ല.
ഞാൻ മൊത്തം വറുത്തെടുത്തതിന് ശേഷം ഇത് എങ്ങനെ ക്രിസ്പി ആക്കി എടുക്കാമെന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത് എണ്ണയിലിടുന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് രണ്ടാമത് എണ്ണയിലിടാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പുറം ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ ആ വറുത്ത എണ്ണ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക. അത് നന്നായിട്ട് ചൂടാവണം. എണ്ണ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഉള്ളിവടകളെ ഇട്ട് കൊടുക്കുക. ആ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചിട്ട് 2 മിനിറ്റ് തിരിച്ചും മറിച്ച് വിട്ടെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പുറം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് പറ്റും. ഒട്ടും കരിഞ്ഞു പോകത്തില്ല. നല്ല ആ മൊരിഞ്ഞ ആ ഉള്ളിയുടെ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ രണ്ടാമത് എണ്ണയിൽ ഇട്ട് കോരി എടുക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ പെർഫെക്റ്റ് ആ ക്രിസ്പിനെസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ രണ്ടാമത് എണ്ണയിലിടുന്നതിന് ഹെൽത്ത് ബെനിഫിറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മൊത്തം ഫുള്ളായിട്ട് ഇതാ കോരി എടുത്തിട്ട് ഇത് ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തുറന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ മുറിച്ച് കാണിച്ചു തരാം. ഇതുണ്ടോ, അകം നന്നായിട്ട് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് സോസിനകത്തോ ചട്നിയിലോ മുക്കിയിട്ട് കഴിക്കുന്ന പുറം നല്ല ക്രിസ്പിയാണ്. ഇത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓഡിയോ ഡബ് ചെയ്തിടുന്നത്. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്രിസ്പിനെസ്സിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമായിരുന്നു. അപ്പം ആ ബാക്ക്ഗ്രൗണ്ടിൽ വർത്താനം പറയുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. എല്ലാ രീതിയിലും ഉള്ളിവട ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് നാളെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.